നിങ്ങൾക്ക് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും. അതിലൊന്നാണ് ഹാർട്ട് അറ്റാക്ക്. കണ്ണിന് കാഴ്ചക്ക് പോകും, കാലിലേക്കുള്ള രക്തോട്ടം പോകും, കിഡ്നിക്ക് പ്രശ്നം വരും, നെഫ്രോപ്പതി, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും. നമ്മൾ ഒരു ഡയബറ്റിസ് ഒരു 40 വയസ്സിൽ അയാൾക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾ സ്ട്രിക്റ്റ് ആയിട്ട് അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് 50 വയസ്സ് വരെ മരുന്ന് കഴിക്കാതെ നിൽക്കാം. 50 വയസ്സ് കഴിഞ്ഞാൽ ഡയബറ്റിസ് വന്നത് എന്തായാലും പോകാൻ പോകുന്നില്ല. 50 വയസ്സിൽ നമ്മൾ അതിന് മരുന്ന് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ 60 വയസ്സ് വരെ നമുക്കൊരു മിനിമം മെഡിസിൻ അത് കൺട്രോൾ ചെയ്ത് പിന്നീട് അതിന്റെ കോംപ്ലിക്കേഷൻ തുടങ്ങി 70 വയസ്സിൽ കോംപ്ലിക്കേഷൻ എത്തി വരുമ്പോൾ ഒരു നാച്ചുറൽ ലൈഫ് ആയല്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്രയും പെട്ടെന്ന് രോഗം വന്ന് എത്രയും പെട്ടെന്ന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബദലായിട്ട് ആ രോഗത്തിന് നമ്മൾ ഒരു മാക്സിമം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ അങ്ങോട്ട് തള്ളിവിടുക. നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിലേ ചെയ്യാൻ പറ്റും, മരുന്നിന്റെ കോംപ്ലിക്കേഷനും രോഗത്തിന്റെ കോംപ്ലിക്കേഷനും ഡിലേ ചെയ്യാൻ പറ്റും. പിന്നീട് നാച്ചുറലി ഒരു നാച്ചുറൽ ഹിസ്റ്ററി എന്ന് എല്ലാവരും മരിക്കാൻ പോകുന്നതാണ്. പക്ഷെ ഒരു ഓൾഡ് ഏജിലേക്ക് അതിനെ തള്ളിവിടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അത്. പിന്നെ ഈ നമ്മൾ പറയുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നിനും വലിയ ലക്ഷണങ്ങളില്ല. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള. ഇപ്പൊ നമ്മൾ ഷുഗർ പറയുകയാണെങ്കിലും കൊളസ്ട്രോൾ പറയുകയാണെങ്കിലും പ്രഷർ പറയുകയാണെങ്കിൽ ഒന്നിനും രോഗിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തോന്നണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രശ്നം കണ്ടെത്തിയാൽ അത് ഫ്രീക്വന്റ്ലി മോണിറ്റർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു 3 മാസത്തിലോ 6 മാസത്തിലോ ഉള്ള ഒരു വിസിറ്റ് അല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ ഇപ്പൊ സംവിധാനങ്ങളുണ്ട്. ഇപ്പം ഷുഗർ ആയാലും പ്രഷർ ആയാലും എപ്പോഴും വീട്ടിൽ ചെക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആക്യുറേറ്റും. ഹോസ്പിറ്റലിൽ വരുമ്പോൾ മിക്കവരും സ്ട്രെസ്ഡ് ആയിരിക്കും, അവരുടെ BP ഹോസ്പിറ്റലിൽ